PSC ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജപ്പാനീസ് സിനിമ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് നേടി. മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുമുള്ള അവാർഡ് മലയാളി സംവിധായകൻ ഫാസിൽ റസാഖിൻ്റെ തടവ് സ്വന്തമാക്കി. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം നേടി. ഒന്നുകൂടി നോക്കാം. തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജപ്പാനീസ് സിനിമ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് നേടി. മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുമുള്ള അവാർഡ് മലയാളി സംവിധായകൻ ഫാസിൽ റസാഖിൻ്റെ തടവ് സ്വന്തമാക്കി. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം നേടി. അടുത്ത പോയിന്റ് നോക്കാം. സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള സിനിമ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്സിലെ ഗാനങ്ങൾക്കും പശ്ചാത്തല സംഗീതത്തിനും ഓസ്കാർ നോമിനേഷൻ ലഭിച്ചു. അടുത്തൊരു പോയിന്റ്, ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായ സൂറത്ത് ഡയമണ്ട് ബോസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 67.28 ലക്ഷം ചതുരശ്ര അടിയാണ് വലിപ്പം. ചാന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISROയ്ക്ക് ഐസ്ലാൻഡിലെ ഹൂസ വിക് മ്യൂസിയത്തിൻ്റെ ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം ലഭിച്ചു. ഒന്നുകൂടി നോക്കാം. ചാന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISROയ്ക്ക് ഐസ്ലാൻഡിലെ ഹൂസ വിക് മ്യൂസിയത്തിൻ്റെ ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം. ചെന്നൈ ആശാൻ മെമ്മോറിയലിൻ്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം കവി കുരീപ്പുഴ ശ്രീകുമാറിന്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം നേടിയ വ്യക്തിയാര്? കവി കുരീപ്പുഴ ശ്രീകുമാർ. IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് ആസ്ട്രേലിയൻ താരം മിച്ചൽ സ്റ്റാർക്ക് അർഹനായി. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് 24.75 കോടി രൂപയ്ക്ക് താരത്തെ സ്വന്തമാക്കിയത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് കരസേനയിലെ ക്യാപ്റ്റൻ ഫാത്തിമ വസീം. ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് കരസേനയിലെ ക്യാപ്റ്റൻ ഫാത്തിമ വസീം. 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടന്നു. അടുത്തിടെ 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടി നടന്നതെവിടെയാണ്? ന്യൂഡൽഹിയിൽ. വിമൻസ് ടെന്നീസ് അസോസിയേഷൻ്റെ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം പോളിഷ് താരം ഇഗ സ്വിയാറ്റെക്കിന്. അടുത്തിടെ വിമൻസ് ടെന്നീസ് അസോസിയേഷൻ്റെ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയ വനിതയാര്? ഇഗ സ്വിയാറ്റെക്ക്. ഇഗ സ്വിയാറ്റെക്ക് ഏത് രാജ്യക്കാരിയാണ്? പോളണ്ട്. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുഖ്യ അതിഥിയാകും. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയാകുന്നതാര്? ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ മികച്ച പുരുഷ താരമായി ഹാർദിക് സിംഗും വനിതാ ഗോൾ കീപ്പറായി സവിത പൂനിയയും തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്തിടെ ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? ഹാർദിക് സിംഗ്. അടുത്തിടെ ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ മികച്ച വനിതാ ഗോൾ കീപ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? സവിത പൂനിയ. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ഡോക്ടർ ബി ഇക്ബാൽ രചിച്ച മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവനം എന്ന കൃതിക്ക് ലഭിച്ചു. അടുത്തിടെ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ച വ്യക്തിയാര്? ഡോക്ടർ ബി ഇക്ബാൽ. അടുത്തിടെ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ച കൃതി ഏത്? മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവനം. മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവനം എന്ന കൃതിയുടെ രചയിതാവാര്? ഡോക്ടർ ബി ഇക്ബാൽ. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡിന് ബാഡ്മിൻ്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സാത്വിക് സായിരാജ് രംഗി റെഡ്ഡിയും അർഹരായി. മലയാളിയായ ലോങ് ജംപ് താരം M ശ്രീശങ്കറും ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയും അർജുന അവാർഡ് നേടി. മലയാളിയായ കബഡി പരിശീലകൻ E ഭാസ്കരന് പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചു. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡ് നേടിയത് ആരൊക്കെ? ബാഡ്മിൻ്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സാത്വിക് സായിരാജ് രംഗി റെഡ്ഡിയും.
ചിരാഗ് ഷെട്ടി, സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി എന്നിവർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിൻ്റൺ. അടുത്തിടെ അർജുന അവാർഡ് നേടിയ കായിക താരങ്ങൾ ആരൊക്കെയാണ്? മലയാളിയായ ലോങ് ജംപ് താരം എം ശ്രീശങ്കറും ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയും. എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോങ് ജമ്പ്. അടുത്തിടെ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച മലയാളി ആര്, അല്ലെങ്കിൽ അടുത്തിടെ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച വ്യക്തി ആര്? ഇ ഭാസ്കരൻ. അടുത്തിടെ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച ഇ ഭാസ്കരൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കബഡി. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് ലഭിക്കുവാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയായി സഞ്ജു സാംസൺ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് നേട്ടം കൈവരിച്ചത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏത് രാജ്യത്തിനെതിരെയാണ് സഞ്ജു സാംസൺ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടിയത്? ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ. ഇ വി രാമകൃഷ്ണൻ എഴുതിയ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന പഠന ഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. അടുത്തിടെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതി ഏത്? മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ. മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിയുടെ രചയിതാവാര്? ഇ വി രാമകൃഷ്ണൻ. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏത്? ശരണബാല്യം. ശരണബാല്യം പദ്ധതി നടപ്പാക്കുന്ന വകുപ്പ് ഏത്? വനിതാ ശിശുവികസന വകുപ്പ്. CISFൻ്റെ ഡയറക്ടർ ജനറലായി നീന സിംഗ് നിയമിതയായി. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് നീന സിംഗ്. CISFൻ്റെ ഡയറക്ടർ ജനറലായി നീന സിംഗ് നിയമിതയായി. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് നീന സിംഗ്. കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് 86 വയസ്സ് അന്തരിച്ചു. ഏഷ്യയിൽ വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ഇന്ത്യക്കാരനായ കൃഷ്ണ റാം ശർമ്മ 70-ാം വയസ്സിൽ അന്തരിച്ചു. തൻ്റെ 24-ാമത്തെ വയസ്സിൽ 1977-ലാണ് സ്വന്തം സഹോദരനിൽ നിന്നും വൃക്ക സ്വീകരിച്ചത്. വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. ജർമ്മൻ ഇൻഡോളജിസ്റ്റും കേരള പഠനങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയ പണ്ഡിതനുമായ ആർബ്രഷ്റ്റ് ഫ്രണ്ട്സ് 85 വയസ്സ് അന്തരിച്ചു. കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ഫുട്ബോളർ TA ജാഫർ 79 വയസ്സ് അന്തരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ KP വിശ്വനാഥൻ 86 വയസ്സ് അന്തരിച്ചു. പ്രശസ്ത നാടക രചയിതാവും സംവിധായകനുമായ പ്രശാന്ത് നാരായണൻ 51 വയസ്സ് അന്തരിച്ചു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവാണ്. പ്രശസ്ത തമിഴ് സിനിമാ താരവും രാഷ്ട്രീയ നേതാവുമായ വിജയകാന്ത് 71 വയസ്സ് അന്തരിച്ചു. മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ഹേമലത ദൂരദർശനിൽ നിന്ന് വിരമിച്ചു. മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ഹേമലത ദൂരദർശനിൽ നിന്ന് വിരമിച്ചു. അടുത്തത് 16-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി അരവിന്ദ് പനഗരിയ നിയമിതനായി. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു പോയിൻ്റാണ്. അടുത്ത PSC പരീക്ഷയ്ക്ക് ഷുവറായിട്ടും 100% പറയാൻ പറ്റുന്ന ഒരു പോയിൻ്റാണിത്. അത് നിങ്ങളിത് കറക്റ്റായിട്ട് ഇത് ശരിക്കും പഠിച്ചു വെച്ചു. ഇത് ഉറപ്പാണ്, ഇത് ചോദ്യം ഉറപ്പാണ്. 16-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി അരവിന്ദ് പനഗരിയ നിയമിതനായി. അപ്പോൾ 15-ാം ധനകാര്യ കമ്മീഷൻ ആരായിരുന്നു? അത് NK സിംഗ് അല്ലേ? ഇത് പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 15-ാം ധനകാര്യ കമ്മീഷൻ NK സിംഗ്. കൃത്യമായിട്ട് ഈ ചോദ്യപേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവർക്കറിയാം. NK സിംഗ് 15-ാം ധനകാര്യ കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ PSCയുടെ ഒരു ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക്കാണ് ഈ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും മനസ്സിലാക്കി വെക്കുക. 15-ാം ധനകാര്യ കമ്മീഷൻ NK സിംഗ് ആയിരുന്നു. ഇപ്പോൾ 16-ാം ധനകാര്യ കമ്മീഷൻ നമ്മുടെ അരവിന്ദ് പനഗരിയ. അടുത്തിടെ നമ്മുടെ ബ്രിക്സിൽ പുതിയ രാജ്യങ്ങൾ വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ബ്രിക്സ് എന്ന് പറയുന്നത് തന്നെ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. അതിലേക്ക് പുതിയ രാജ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. എണ്ണം പറയാനാണെങ്കിൽ 5 പുതിയ രാജ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഇവരുടെ ഈ പേരുകൾ നമ്മൾ എങ്ങനെ ഓർത്തിരിക്കും? അതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കോഡിൽ
ചെയ്യുന്നതിലൂടെ ഒക്കെ അത് ഓർത്തിരിക്കാൻ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ഓർത്തിരിക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ആദ്യത്തെ 3 രാജ്യങ്ങൾ നോക്കുക. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ അല്ലേ. ഇതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ EAE എന്നൊരു പ്രാസത്തിലാണ് വരുന്നത് അല്ലേ. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, EAE അല്ലേ. EAE, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, EAE. ഇനി അടുത്ത രാജ്യം സൗദി അറേബ്യ. അത് കഴിഞ്ഞിട്ട് നോക്കിയേ UAE UAE അല്ലേ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നുള്ള UAE അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രിക്സിൽ UAE വന്നെന്ന് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. UAE രാജ്യം പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതിൽ U എടുത്ത് മാറ്റിയിട്ട് ഒരു E ഇട്ടിട്ട് ഒന്ന് പറഞ്ഞു നോക്കുക, ഒന്ന് സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ UAE എന്തായാലും ഉണ്ടെന്ന് നമുക്കറിയാം. ആ അതിലെ പേരിൽ U മാറ്റിയിട്ട് ഒരു E സങ്കല്പിച്ച് ഒന്ന് നോക്കിയാൽ അപ്പോൾ EAE എന്ന് പറയും അല്ലേ. EAE എന്ന് നമുക്ക് വായിക്കാം. ആ E എന്നത് ഈജിപ്റ്റായിട്ടും A എന്നത് എത്യോപ്യ ആയിട്ടും E എന്നത് ഇറാനായിട്ടും കൂടി സങ്കല്പിച്ചാൽ സൗദി അറേബ്യയും കൂടെ ഉണ്ടെന്ന് ഓർത്താൽ ഇത് എളുപ്പമായി. അപ്പോൾ UAE എന്നുള്ള രാജ്യം ബ്രിക്സിൽ വന്നിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിപ്പോൾ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടല്ലോ. UAE എന്തായാലും വന്നിട്ടുണ്ട്. എന്നിട്ട് ആ യുവിൻ്റെ സ്ഥാനത്ത് E ഇട്ട് കൊടുക്കുക. എന്നിട്ട് EA ഈജിപ്റ്റുമായി കണക്ട് ചെയ്യുക. അപ്പോൾ ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, ഈ 3 രാജ്യങ്ങളായിട്ട് UAE എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ EAE എന്ന് സങ്കല്പിക്കുമ്പോൾ ഇങ്ങനെ ചേർക്കുക. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, EAE. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, പിന്നെ സൗദി അറേബ്യ, UAE. ഇനി ഇത് കണക്ട് ചെയ്യാനുള്ളൊരു ക്ലൂ എന്ന് പറയുന്നത് ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളൊരു രാജ്യങ്ങൾ കൂടിയാണെന്നതൊരു ക്ലൂ ആണ് നമുക്ക് കേട്ടോ. അങ്ങനെ 5 പുതിയ രാജ്യങ്ങളാണ് ബ്രിക്സിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? EAE, സൗദി അറേബ്യ, UAE അല്ലേ. അങ്ങനെ ഓർക്കുക, EAE, സൗദി അറേബ്യ, UAE. EAE എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അപ്പോൾ ഇനി ഇത് മറന്നു പോവില്ല എന്ന് വിചാരിക്കുന്നു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനമാണ് സമർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനമാണ് സമർ. അപ്പോൾ സമർ എന്ന് പറയുന്നത് ഒരു മിസൈലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിങ്ങനെ പറയാൻ കാരണം അടുത്തിടെ നടന്നൊരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. താഴെ കൊടുത്തിട്ടുള്ളതിൽ അടുത്തിടെ ISRO വിക്ഷേപിച്ച റോക്കറ്റ് ഏത്? അപ്പോൾ അതിൽ ഉത്തരവായിട്ട് വന്നത് പിനാക്കയാണ്. അപ്പോൾ റോക്കറ്റ് ഏതെന്ന് ചോദിച്ചിട്ട് കുറേ പേരുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പേരുകൾ ഏത് വിഭാഗത്തിൽ എന്ന് അത് കൃത്യമായി പഠിച്ചവർക്കേ തിരിച്ചെഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ റോക്കറ്റ് വിഭാഗമുണ്ട്, അതേപോലെ വിക്ഷേപണ വാഹനങ്ങളുണ്ട്, ഉപഗ്രഹങ്ങളുണ്ട്, അന്തർവാഹിനികളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് കാണുമ്പോൾ ഇതൊക്കെ ഏത് വിഭാഗത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പോൾ സമർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിനാക്ക എന്ന് പറയുന്നതൊക്കെ റോക്കറ്റാണ്. അതുപോലെ ആമസോണിയ 1, EOS 04, 06, 07 എന്നൊക്കെ പറയുന്നത് ഉപഗ്രഹങ്ങളാണ്. അതുപോലെ INS അരിഹന്ത്, INS കൽവാരി എന്നൊക്കെ പറയുന്നത് അന്തർവാഹിനികളാണ്. അപ്പോൾ അങ്ങനെ പേര് കാണുമ്പോൾ അതേത് വിഭാഗമാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. ആ രീതിയിലേക്ക് നമ്മളുടെ പഠനം മാറണം. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. കണ്ട, അപ്പോൾ ഇവിടെ നോക്കിയ യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. അപ്പോൾ ഒരു സിനിമയിൽ സലീം കുമാർ പറയുന്ന പോലെ മുദ്ര ശ്രദ്ധിക്കണം അല്ലേ. മുദ്ര, ഏകമുദ്ര, ദ്വിമുദ്ര എന്ന് പറഞ്ഞ പോലെ സമർ എന്ന് പറയുന്നത് ഒരു മിസൈലാണ്. അതേപോലെ INS ഇംഫാൽ എന്ന് പറയുന്നത് ഒരു യുദ്ധക്കപ്പലാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. ഈ ഇംഫാൽ എന്ന് പറയുന്നത് മണിപ്പൂരിൻ്റെ തലസ്ഥാനമാണ്. ഇതൊരു വടക്ക് കിഴക്കൻ സംസ്ഥാനമാണല്ലോ മണിപ്പൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഒരു സ്ഥലത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആദ്യത്തെ ഒരു യുദ്ധക്കപ്പലാണ് ഈ INS ഇംഫാൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട്, INS ഇംഫാൽ. ഇത് ശരിക്കും ഇംഫാൽ യുദ്ധത്തിൽ പങ്കെടുത്ത യുദ്ധവീരന്മാരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പേരിട്ടിട്ടുള്ളത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം. വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് കൃത്രിം. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2022 ഏറ്റവും ചർച്ച ചെയ്ത ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾക്കറിയാമല്ലേ, സാം ആൾട്ട്മാൻ അല്ലേ. സാം ആൾട്ട്മാൻ, ഇദ്ദേഹത്തെ നോക്കി വെച്ചോളുക. നമ്മുടെ ചാൾസ് ബാബേജ്, അതുപോലെ തന്നെ അലൻ ട്യൂറിങ്, ഇങ്ങനെയുള്ളവരുടെ കാറ്റഗറിയിലേക്കാണ് സാം ആൾട്ട്മാൻ വരുന്നത്. ജോൺ മെക്കാർത്തി, റിച്ചാർഡ് സ്റ്റാൾമാൻ, ഇതേപോലെ IT നമുക്ക് പഠിക്കാനുണ്ട്. ITയുടെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഈ ITയിലെ പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞ
ശാസ്ത്രജ്ഞരുടെ പേരാണ് പറഞ്ഞത്. അപ്പോൾ ഇവരുടെ ശ്രേണിയിലേക്കാണ് നമ്മുടെ സാം ആൾട്ട്മാൻ വരുന്നത്. ഒന്നിട്ട് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി അഥവാ AI പ്ലാറ്റ്ഫോമാണ് കൃത്രിം. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ എൻ രാമചന്ദ്രൻ്റെ സ്മരണാർത്ഥം എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പൊതുപ്രവർത്തനത്തിലുള്ള ദേശീയ അവാർഡ് ഡോക്ടർ ശശി തരൂരിന് ലഭിച്ചു. 2023 പ്യൂബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്ക്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നമാണ് വീരമംഗെ വേലു നാച്ചിയാർ. ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ ആ പടത്തിൽ ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ചിത്രരൂപത്തിലുള്ളത് പെട്ടെന്ന് മനസ്സിലേക്ക് പതിയും. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നമാണ്. ആ മുഖത്തേക്ക് നോക്കിയേ, വീരമംഗെ വേലു നാച്ചിയാർ. ആ നിൽക്കുന്ന ആ ഒരു രൂപം കണ്ട പ്രതിമ വീരമംഗെ വേലു നാച്ചിയാർ. അടുത്തൊരെണ്ണം നോക്കാം. സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി ദുബായ് തിരഞ്ഞെടുക്കപ്പെട്ടു. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസർ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരമാണ് ദുബായ്ക്ക് ലഭിച്ചത്. അടുത്തിടെ സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാജ്യമേത്? ദുബായ്. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസർ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരമാണ് ദുബായ്ക്ക് ലഭിച്ചത്. ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം ഡീൻ എൽഗാർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം ഡീൻ എൽഗാർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. അടുത്തതൊരു പദ്ധതിയാണ്. പദ്ധതികൾ എന്നത് PSCയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഇവിടെ ഒരു പുതിയ പദ്ധതി വന്നിട്ടുണ്ട്, സുജലം. എന്താണെന്ന് നോക്കാം. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിൻ്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. അല്ലേ? ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിൻ്റ്, ഇതിൽ ആരൊക്കെയാണ് പങ്കെടുത്തിട്ടുള്ളത്, ഏത് മീഡിയം വഴിയാണ് ഇത് ലഭ്യമാക്കുന്നത്, എന്താണ് ഈ പദ്ധതിയുടെ പേര്, ഈ 3 കാര്യങ്ങളാണ് ഇവിടെ ഓർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനാരാണ് ഇത് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ആരാണ്? ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്. പിന്നെ ആരുമായി ചേർന്നാണ്? ജലവിഭവ വകുപ്പ്. അല്ലേ? ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിൻ്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ, അതാണ് ഇതിൻ്റെ അകത്തെ ഒരു കീ പോയിൻ്റ്. എപ്പോഴും നമ്മൾ എന്തെങ്കിലും പഠിക്കുമ്പോൾ ഒരു കീവേഡ് സെറ്റ് ചെയ്യണം. ഇവിടുത്തെ ഒരു കീവേഡ് എന്ന് പറയുന്നത് റേഷൻ കടകളിലൂടെ എന്നതും സുജലം എന്നതുമാണ്. അല്ലേ? റേഷൻ കടകളിലൂടെ സാധാരണ അരിയും പലചരക്ക് സാധനങ്ങളുമാണ് കിട്ടാറുള്ളത്, പിന്നെ മണ്ണെണ്ണയും കിട്ടും. അല്ലേ? അപ്പോൾ അതുപോലെ റേഷൻ കടകളിലൂടെ ഇപ്പോൾ കുടിവെള്ളം കിട്ടാൻ പോവുകയാണ്. അതാണ് അതിൻ്റെ ഒരു കീ ഫാക്റ്റ് എന്ന് പറയുന്നത്. അല്ലേ? റേഷൻ കടകളിലൂടെ, അതൊരു കീവേഡാണ്. അപ്പോൾ റേഷൻ കടകളിലൂടെ എന്ന് കാണുമ്പോഴും സുജലം, ജലം എന്ന് കാണുമ്പോഴും നമ്മളത് കണക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു, റേഷൻ കടയിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അല്ലേ? സാധാരണ മണ്ണെണ്ണയല്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ മണ്ണെണ്ണയും പലചരക്ക് സാധനങ്ങളും. അപ്പോൾ കണക്ട് ചെയ്യുക. റേഷൻ കടകളിലൂടെ എന്നത് കീവേഡാണ്. അത് കാണുമ്പോൾ സുജലം എന്ന് കണക്ട് ചെയ്യാൻ പറ്റണം. സുജലത്തിന് സഹായിച്ചിട്ടുള്ളത് അറിയാം, ജലമുണ്ട്, അതുകൊണ്ട് ജലവിഭവ വകുപ്പുണ്ട്, പിന്നെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത് അടുത്ത പരീക്ഷയിൽ പ്രതീക്ഷിക്കാം. പാക് പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിതയാണ് ഡോക്ടർ സവേര പ്രകാശ്. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ DGP ആയി രശ്മി ശുക്ല നിയമിതയായി. 81ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിന് 5 പുരസ്കാരങ്ങൾ ലഭിച്ചു. 81ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ, ഇവിടെ ഇമ്പോർട്ടൻസ് ഇതിൻ്റെ നമ്പർ ഓർക്കണം. ഇത് എത്രാമത് ഗോൾഡൻ ഗ്ലോബാണ്? 81 കേട്ടോ. 81ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിന് 5 പുരസ്കാരങ്ങൾ ലഭിച്ചു. അലി അബു അവാദ്, സംഗീത സംവിധായകൻ ഡാനിയൽ ബാരൻ ബോയിമിൻ എന്നിവർക്ക് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം. ഇസ്രയേൽ പലസ്തീൻ സംഘർഷം നമുക്കറിയാം. അവിടെ നടത്തുന്ന സമാധാന പ്രവർത്തനങ്ങൾക്കാണ് ഇവർക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ആനുകാലിക പ്രസക്തിയുള്ളതാണ്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യങ്ങൾ വരാം. അപ്പോൾ നോക്കാം. സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരം പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാര കേരളവർമ്മയ്ക്ക്. ആർക്കാണ് കിട്ടിയത്? PR കുമാര കേരളവർമ്മ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല ജേതാക്കളായി. ഈ സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആ നമ്പറാണ് ഓർത്തിരിക്കേണ്ടത്. 62ാമത് സ്കൂൾ കലോത്സവമാണ് നടന്നത്. എവിടെയാണ് സ്കൂൾ കലോത്സവം നടന്നത്? കൊല്ലം ജില്ലയിൽ. അല്ലേ? ആരാണ് വിജയിച്ചിട്ടുള്ളത്? കണ്ണൂർ ജില്ല. അപ്പോൾ സ്കൂൾ കലോത്സവത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളത് ആ 3 പോയിന്റുകളാണ്. ഒന്ന്, അതിൻ്റെ നമ്പർ, എത്രാമത് സ്കൂൾ കലോത്സവമാണ് നടന്നിട്ടുള്ളത്, അതേപോലെ എവിടെയാണ് നടന്നത്, ആരാണ് വിജയിച്ചത്, ഇതായിരിക്കും അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള.
ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 ഓടക്കുഴൽ അവാർഡ് കവി PN ഗോപികൃഷ്ണന്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 ഓടക്കുഴൽ അവാർഡ് കവി PN ഗോപികൃഷ്ണന്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. അപ്പോൾ അടുത്തിടെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വ്യക്തിയാര്? PN ഗോപികൃഷ്ണൻ. 2023 ഓടക്കുഴൽ അവാർഡ് ലഭിക്കാൻ കവി PN ഗോപികൃഷ്ണനെ സഹായിച്ച അദ്ദേഹത്തിൻ്റെ കൃതി ഏത്? കവിത മാംസഭോജിയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ TH മുസ്തഫ 82 വയസ്സ് അന്തരിച്ചു. വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ ഉസ്താദ് റാഷിദ് ഖാൻ അന്തരിച്ചു. ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ഫ്രാൻസ് ബെക്കൺ ബോവർ അന്തരിച്ചു. ടെന്നീസിൽ പ്രായമേറിയ 1ാം റാങ്കുകാരനായി ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണ. 43-ാം വയസ്സിലാണ് ബൊപ്പണ്ണ ഡബിൾസിൽ 1ാം റാങ്ക് എന്ന നേട്ടം കൈവരിച്ചത്. ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡനുമായി ചേർന്ന് ഈ വർഷത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് കിരീടവും ബൊപ്പണ്ണ നേടി. ചിത്രകലാ രംഗത്ത് സമഗ്ര സംഭാവന നൽകിയ പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജാ രവിവർമ്മ പുരസ്കാരം ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്ക്. ഒരു 2020 മത്സരത്തിൽ ഏറ്റവുമധികം സിക്സറുകൾ നേടിയതിൻ്റെ റെക്കോർഡിൽ കിവീസ് താരം ഫിൻ അലൻ. കിവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂസിലൻഡിനെയാണ്. ന്യൂസിലൻഡ് താരം ഫിൻ അലൻ അഫ്ഗാനിസ്ഥാൻ താരം ഹസ്രത്തുള്ള സസായിക്കൊപ്പമെത്തി. പാകിസ്ഥാനെതിരായ മത്സരത്തിൽ 16 സിക്സറുകളാണ് താരം നേടിയത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്തൊരു പോയിന്റ്, ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന ബഹുമതി. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന ബഹുമതി ലഭിച്ചു. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം മുംബൈയിലെ അടൽ സേതു പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. 21.8 കിലോമീറ്റർ നീളമുള്ള പാലത്തിൻ്റെ 16.8 കിലോമീറ്റർ കടലിന് മുകളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ നോക്കുക, രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം മുംബൈയിലെ അടൽ സേതു പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ജെയിൻ യൂണിവേഴ്സിറ്റിക്ക്. 2023 ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലയണൽ മെസ്സിക്ക്. സ്പാനിഷ് താരം ഐറ്റിന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം. അപ്പോൾ 2023 ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ വ്യക്തികൾ ആരൊക്കെയാണ്? ലയണൽ മെസ്സിയും ഐറ്റിന ബോൺമാറ്റിയും. മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി. അതേപോലെ മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം നേടിയത് ഐറ്റിന ബോൺമാറ്റി. ഐറ്റിന ബോൺമാറ്റി സ്പാനിഷ് താരമാണ്. ഹെപ്പറ്റൈറ്റിസ് A രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവിഷ്യൂവർ. ഹെപ്പറ്റൈറ്റിസ് A രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവിഷ്യൂവർ. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടിയുടെ വേദിയാണ് ഉഗാണ്ടയിലെ കമ്പാല. അടുത്തൊരു പോയിന്റ് നോക്കാം. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര. ഓസ്കാർ പുരസ്കാരത്തിന് ഏറ്റവുമധികം നാമനിർദ്ദേശങ്ങൾ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിന്. 13 നാമനിർദ്ദേശങ്ങളാണ് ഓപ്പൺഹൈമർ നേടിയത്. 2023 മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുരസ്കാരം ശുഭ്മാൻ ഗില്ലിന്. ആജീവനാന്ത പുരസ്കാരത്തിന് രവി ശാസ്ത്രി, ഫാറൂഖ് എഞ്ചിനീയർ എന്നിവർ അർഹരായി. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കി മധ്യപ്രദേശ് സ്വദേശിനി പ്രീതി രജക്. കരസേനയിലെ ആദ്യ വനിതാ സുബേദാറാണ് പ്രീതി രജക്. ഇവർ മധ്യപ്രദേശ് സ്വദേശിനിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദെൽ സലാദോ കീഴടക്കി മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ രാജ്യാന്തര നേട്ടം സ്വന്തമാക്കി. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോയെന്ന് തോന്നുന്നു, ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്തത് പത്മ പുരസ്കാരങ്ങളാണ്. മലയാളിയായ റിട്ടയേർഡ് ജസ്റ്റിസ് ഫാത്തിമ ബീവി, O രാജഗോപാൽ, ഉഷ ഉതുപ്പ് എന്നിവർക്ക് പത്മഭൂഷണും. ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ്, EP നാരായണൻ, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി, സദനം ബാലകൃഷ്ണൻ, സത്യനാരായണ ബളേരി എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു. പത്മഭൂഷൺ ലഭിച്ചത് ആർക്കൊക്കെയാണ്? മലയാളിയായ റിട്ടയേർഡ് ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഇത് ലഭിച്ചത്. പിന്നെ O രാജഗോപാൽ, ഉഷ ഉതുപ്പ്, ഈ 3 പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. പത്മശ്രീ ലഭിച്ചത് ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ്, EP നാരായണൻ,
അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി, സദനം ബാലകൃഷ്ണൻ, സത്യനാരായണ ബളേരി എന്നിവർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്തത് എമ്മി അവാർഡാണ്. 75ാമത് എമ്മി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു അല്ലേ. ആ നമ്പർ പ്രാധാന്യമുള്ളതാണ്. 75ാമത് എമ്മി പുരസ്കാരമാണ്. ഇതിലെ പ്രധാന പുരസ്കാരങ്ങൾ നമുക്ക് നോക്കാം. മികച്ച കോമഡി പരമ്പരയെ തിരഞ്ഞെടുത്തത് ദ ബെയർ ആണ്. മികച്ച ഡ്രാമ പരമ്പര സക്സഷൻ ആണ്. മികച്ച ആന്തോളജി പരമ്പരയെ തിരഞ്ഞെടുത്തത് ബീഫ് ആണ്. മികച്ച നടൻ കോമഡി കാറ്റഗറിയിൽ ജെറമി അലൻ വൈറ്റും മികച്ച നടി കോമഡി കാറ്റഗറിയിൽ കിൻഡ ബ്രൺസണുമാണ്. അതേപോലെ ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടൻ കെയ്രൻ കൾക്കിനാണ്. അതേപോലെ ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടി സാറ സ്നൂക്കാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മികച്ച 2020 താരത്തിനുള്ള പുരസ്കാരം തുടർച്ചയായ 2ാം തവണയും ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവിന്. ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ് മികച്ച ഏകദിന താരം. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് മികച്ച താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരത്തിന് അർഹരായി. ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖ്വാജയാണ് മികച്ച ടെസ്റ്റ് താരം. നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യശ്രേഷ്ഠ പുരസ്കാരത്തിന് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനും കലാശ്രേഷ്ഠ പുരസ്കാരത്തിന് സജി മാടപ്പാട്ടും അർഹരായി. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ കിരീടം ഇറ്റലിയുടെ യാന്നിക് സിന്നറും വനിതാ കിരീടം ബെലറൂസിൻ്റെ ആര്യാന സബലെങ്കയും നേടി. പ്രശസ്ത സംഗീത സംവിധായകൻ KJ ജോയി അന്തരിച്ചു. പ്രശസ്ത എഴുത്തുകാരി KB ശ്രീദേവി അന്തരിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാര ജേതാവാണ്. സ്വാതന്ത്ര്യ സമര സേനാനി KK ഉണ്ണീരി നിര്യാതനായി. ഇളയരാജയുടെ മകളും ഗായികയുമായ ഭവതാരിണി 47 വയസ്സ് അന്തരിച്ചു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നെതർലാൻഡിന് ലഭിച്ചു. ഫൈനലിൽ മലേഷ്യയെയാണ് തോൽപ്പിച്ചത്. ടൂർണമെൻറ്റിൽ ഇന്ത്യ 5ാം സ്ഥാനമാണ് നേടിയത്. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം നെതർലാൻഡ്. നെതർലാൻഡ് ഫൈനലിൽ മലേഷ്യയാണ് തോൽപ്പിച്ചത്. ടൂർണമെൻറ്റിൽ ഇന്ത്യ നേടിയ സ്ഥാനം 5. പ്രശസ്ത സംഗീതജ്ഞൻ ശങ്കർ മഹാദേവൻ, തബലമാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നിവരുടെ ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടെ ദിസ് മൊമെൻ്റ് എന്ന ആൽബത്തിന് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചു. മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമി പുരസ്കാരം പുഷ്തോ എന്ന ഗാനത്തിന് പുല്ലാങ്കുഴൽ വിദ്വാൻ രാകേഷ് ചൗരസിക്കും ലഭിച്ചു. ഭാരതരത്നം മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനി, മുൻ പ്രധാനമന്ത്രിമാരായ നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ എന്നിവർക്ക് ഭാരതരത്നം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ ഉൾപ്പെടെ 5 പേർക്കാണ് ഇപ്രാവശ്യത്തെ ഭാരതരത്നം. ഇപ്രാവശ്യത്തെ ഭാരതരത്നത്തിന് അർഹരായവരാരൊക്കെയെന്ന് നോക്കാം. മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായിരുന്ന LK അദ്വാനി, മുൻ പ്രധാനമന്ത്രിമാരായ നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, പിന്നെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ. അതുകൂടാതെ ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ ഉൾപ്പെടെ 5 പേർക്കാണ് ഇപ്രാവശ്യത്തെ ഭാരതരത്നം. ഇതൊന്ന് നോട്ട് ചെയ്യണം. ഇനി നടക്കാൻ പോകുന്ന PSC പരീക്ഷകളിൽ ഇത് ഉറപ്പായും ചോദിക്കും. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി റഷ്യയുടെ ഒലെഗ് കോനെൻകോ. 878 ദിവസവും 11 മണിക്കൂറും 48 സെക്കൻഡുമാണ് ബഹിരാകാശത്ത് ആകെ ചെലവഴിച്ചത്. ഒന്നുകൂടി നോക്കാം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി റഷ്യയുടെ ഒലെഗ് കോനെൻകോ. 878 ദിവസവും 11 മണിക്കൂറും 48 സെക്കൻഡുമാണ് ബഹിരാകാശത്ത് ആകെ ചെലവഴിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് ഒലെഗ് കോനെൻകോ. ഇദ്ദേഹം റഷ്യൻ സ്വദേശിയാണ്. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും പരീക്ഷ ടെലഗ്രാമിലും വാട്സപ്പിലുമായി നടക്കുന്നുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാമിലും തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ ആഡ് മീ എന്ന റിക്വസ്റ്റ് അയച്ചാൽ വാട്സപ്പ് ഗ്രൂപ്പിലും അംഗമാകാവുന്നതാണ്. അടുത്തൊരു പോയിന്റ് നോക്കാം. സാഫ് അണ്ടർ 19 വനിതാ ഫുട്ബോളിൽ ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്ത ജേതാക്കളായി. സാഫ് അണ്ടർ 19 വനിതാ ഫുട്ബോളിൽ ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്ത ജേതാക്കളായി. മുൻ മന്ത്രി CV പത്മരാജന് ഗാന്ധി ദർശൻ പുരസ്കാരം ലഭിച്ചു. മുൻ മന്ത്രി CV പത്മരാജന് ഗാന്ധി ദർശൻ പുരസ്കാരം ലഭിച്ചു. മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരം മലയാളിയായ ജോൺ ബ്രിട്ടാസിന് ലഭിച്ചു. വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിലൊന്നായി വർക്കല പാപനാശം ബീച്ചിനെ തിരഞ്ഞെടുത്തു.
വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിലൊന്നായി വർക്കല പാപനാശം ബീച്ചിനെ തിരഞ്ഞെടുത്തു. ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമായി ജപ്പാൻ. ജപ്പാന്റെ സ്ലിം മൂൺ സ്നൈപ്പർ എന്ന പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്. ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ. ജപ്പാന്റെ സ്ലിം മൂൺ സ്നൈപ്പർ എന്ന പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്. അൽ ജസീറ ചാനലിൻ്റെ ഗാസയിലെ ചീഫ് ഓഫ് ബ്യൂറോ വായിൽ അൽ ദഹ്ദൂദിന് കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചു. അടുത്തിടെ കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ച വ്യക്തിയാര്? വായിൽ അൽ ദഹ്ദൂദ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറയ്ക്ക് 1ാം റാങ്ക് ലഭിച്ചു. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലും ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടുന്ന ആദ്യ താരമാണ് ജസ്പ്രീത് ബുംറ. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ആസ്ട്രേലിയയ്ക്ക് ലഭിച്ചു. ഫൈനലിൽ ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയത്. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയ. ഫൈനലിൽ ഓസ്ട്രേലിയ ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയത്. കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്നതാണ് പുരസ്കാരം. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറോലിങ്ക്. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറോലിങ്ക്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമാണ് ഡൽഹി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഡൽഹി. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം ലഭിച്ചു. സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം ലഭിച്ചു. സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതിനാണ് പുരസ്കാരം. ഫിഡെ ചെസ് റാങ്കിങ്ങിലെത്തിയ ആദ്യ മലയാളിയാണ് എസ്.എൽ. നാരായണൻ. ഫിഡെ ചെസ് റാങ്കിങ്ങിലെത്തിയ ആദ്യ മലയാളിയാണ് എസ്.എൽ. നാരായണൻ. രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബിൽ പാസാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബിൽ പാസാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. നമീബിയൻ പ്രസിഡന്റ് ഹാഗെ ഗെയിൻഗോബ് 82 വയസ്സ് അന്തരിച്ചു. കവിയും നിരൂപകനുമായ N.K. ദേശം, N. കുട്ടിക്കൃഷ്ണപിള്ള എന്നാണ് യഥാർത്ഥ പേര്, 87 വയസ്സ് അന്തരിച്ചു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ദത്താജി റാവു ഗെയ്ക്വാദ് 95 വയസ്സ് അന്തരിച്ചു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്